അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി വീട് ഫെയ്ത്തുവിന്റെ വീട് വീട് ഫെയ്ത്തുവിന്റെ വീട്. $500 അതെങ്ങനെ ഇവന്റെ പോക്കറ്റില്? അമ്മ എനിക്ക് ഇച്ചിരി പൈസ തരുമോ? സ്കൂളിൽ കൊടുക്കാനാ. അപ്പ റെഡിയാവുന്നുണ്ട്, നേരെ പോയി ചോദിച്ചു. അപ്പേ, എനിക്ക് കുറച്ച് പൈസ വേണം. എന്തിനാണ് പൈസ? വയനാട്ടിൽ ഉരുള് പൊട്ടി, അപ്പൊ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കാനാ. താങ്ക് യു. ഓ, ദുരിതാശ്വാസ നിധി. ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം. മോനെ, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ നിന്ന പൈസ കൊടുത്തായിരുന്നോ? ഓ, അത് ഞാൻ മിനിഞ്ഞാന്നേ കൊടുത്തു. എല്ലാരും 10 കൊണ്ടുവന്നപ്പോ ഞാൻ മാത്രം 500 കൊടുത്തു. ആണോ? വെരി ഗുഡ്. അപ്പൊ പിന്നെ ഈ പൈസ എങ്ങനെ നിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വന്നേ? നന്ദു, സത്യം പറ, അപ്പൊ നീ ആ പൈസ കൊടുത്തില്ലല്ലേ? അതിന് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നുള്ളൂ അപ്പേ. മിക്കവരും എല്ലാവരും 10-20 മാത്രമേ കൊണ്ടുവന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കാമെന്ന്. പിന്നെ ഞാനങ്ങ് മറന്നു. മോനെ, നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് കൊടുക്കണം, എങ്കിലല്ലേ ബാക്കി കുട്ടികൾക്കും കൊടുക്കാനൊക്കെ തോന്നുള്ളൂ. 10-20 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് എന്ത് വിലയാണുള്ളത്? നല്ലൊരു ചോക്ലേറ്റ് മേടിക്കുന്നത് തന്നെ ഇപ്പൊ എത്ര രൂപയാ? ചില്ലറ ഇല്ലാത്തണ്ടല്ല 500 തന്നിട്ട്. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ സമൃദ്ധമായി കൊടുക്കണം. അപ്പ എനിക്കും പൈസ തരണേ, 5 മിസ്സിന് കൊടുക്കാനാ. പിന്നെ അല്ല. ഈ നോട്ട് ചുളുങ്ങിപ്പോയില്ലേ, ഇതിനി കൊടുക്കണ്ടല്ലേ? അപ്പയുടെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തോ, മറന്നു വേണ്ട. ഇപ്പൊ തന്നെ എടുത്ത് ബാഗിൽ വെച്ചേരെ. ഓക്കെ ഓക്കെ. മോനെ, പൈസ കിട്ടിയടാ? കാണിച്ചേ. ഇത് എത്ര നീ എടുത്തേ? ആ പേഴ്സിലെ മുഴുവൻ പൈസ നീ എടുത്തോ? ഏട്ടാ, നമ്മൾ കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കണം. കൊടുക്കുന്നത് സമൃദ്ധമായി കൊടുക്കണം. ഒന്ന് പോയാടാ അവിടുന്ന്. അപ്പ എനിക്കും പൈസ വേണം. മോള് പോയി എടുത്തോ. അല്ലേ, വേണ്ട, ഞാൻ തന്നെ എടുത്തുതരാം. അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി വീട് ഫെയ്ത്തുവിന്റെ വീട്.